ഇവനാണ് നമ്മുടെ പുതിയ സഹയാത്രികൻ കേട്ടോ. അപ്പോൾ ഇവന് വേണ്ട ആഹാരമെല്ലാം കൊടുത്ത് ഇവൻ്റെ വയറൊക്കെ നിറച്ച് ഇവനെയും കൊണ്ടൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ ആൾ ഭയങ്കര സൈലൻ്റാണ് കേട്ടോ. നമ്മുടെ വലിയ കുലുക്കവും കാര്യങ്ങളൊന്നുമില്ല, വളരെ സൈലൻ്റായിട്ട് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയാമോ? നമ്മൾ പോകുന്നത് അഞ്ചുതെങ്ങ് കോട്ടയിലോട്ടാണ് കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ അപ്പോൾ ഇതിനെപ്പറ്റി അവിടുത്തെ രീതികളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊന്നും പറയാനായിട്ട് ആ വീഡിയോയിൽ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അവിടെ നമുക്ക് ടിക്കറ്റൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് കയറി പോയി ചെല്ലാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അവിടെ പോയി ഇരിക്കാം, എന്ത് വേണം ചെയ്യാൻ കേട്ടോ. നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് എന്ന് കരുതി അവിടെ പോയി നശിപ്പിച്ച് കളയാനായിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി, അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് കള്ളു കുടിക്കുക എന്നുള്ള അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റോട് കൂടി ഇങ്ങോട്ട് ആരും ചെല്ലില്ല കേട്ടോ. ആദ്യം അവരെന്താണ് ഒരു പുരാവസ്തു എന്നെ സംരക്ഷിക്കുന്നത് പോലെ അവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് കൽപ്പടവുകളാണ് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് കയറി ചെല്ലാനുള്ള കൽപ്പടവുകളാണ്. പാറ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായിട്ട്. ഭയങ്കര ഒരു രസമാണ് ഇത് കാണാനായിട്ട്. ഫുൾ സ്ക്വയറിലായിട്ടാണ് ഈ സംഭവം, ഈ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ 4 കോണുകളിലും ഈ പീരങ്കിയും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നടന്നു പോകാനുള്ള നടപ്പാതയൊക്കെ ഉണ്ട്. നടപ്പാത ഒരല്പം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു നടപ്പാതയാണ്. ഏതാണ്ട് 1 മീറ്ററോളം മാത്രമേ അതിനകത്ത് സ്ഥലമുള്ളൂ നടക്കാനുള്ള. അതൊരു ബുദ്ധിമുട്ടാണ്. ഈ ഹൈറ്റൊക്കെ പേടിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ജോലിയൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരുപാട് സൗകര്യമുള്ളതൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. നമ്മളൊക്കെ വീട്ടിലേക്ക് വയർ ഇലക്ട്രീഷ്യന്മാരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഈ 6 ഇഞ്ചിലൊക്കെ ഗ്യാപ്പിലേക്ക് കിട്ടാറുള്ളൂ പൈപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെയൊക്കെ പോയാൽ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പക്ഷേ അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് കടലിനെ ഫേസ് ചെയ്തുകൊണ്ട് 7 തൂണുകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ കിണറിനെ പറ്റി ചോദിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് കോട്ട നിർമ്മിച്ച സമയത്ത് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു കിണറെന്നാണ് അവിടുത്തെ ഒരു ജീവനക്കാരനോട് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞത് കേട്ടോ. ഇപ്പോഴും വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ ഉണ്ട്, നല്ല വെള്ളം തന്നെയാണ്. അതിൽ കല്ലുകളാണ് അടുക്കിയിരിക്കുന്നത്, പടവൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 അടക്കം ചെയ്തിട്ടുള്ള ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റായിട്ടുള്ള വരുന്നത് ഒരു വാച്ച് ടവറാണ്. നമുക്കവിടെ കയറാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മൾ പോയപ്പോഴത്തേക്ക് താമസിച്ച് പോയായിരുന്നു. അതുകൊണ്ട് എൻ്റെ മുകളിൽ കയറാനായിട്ട് സാധിച്ചില്ല നമുക്ക്.